ഇന്നിപ്പോൾ ശനിയാഴ്ച രാവിലെ തന്നെ മിന്നുവിൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അതിന് വേണ്ടി പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ വണ്ടി കയറുമ്പോൾ 2 പേർക്കും ഫ്രണ്ടിൽ കയറണം, അതിനുള്ള വഴക്കാട്ടോ ഇപ്പോൾ അവിടെ കഴിഞ്ഞത്. പിന്നെ മിന്നുവിനെ ഒരുവിധം പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് ബാക്കിലിരുത്തിയിട്ടുണ്ട്. മന്ന എന്ത് ചെയ്താൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല. മന്നയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ ഇരുന്നാൽ പോരാ, കൂടെ ഞാനും ഇരിക്കണം. എൻ്റെ മടി കയറി മാത്രമേ ആളിരിക്കുകയുള്ളൂ. അങ്ങനെ സ്കൂളിലെത്തി PTA മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ്. എല്ലാ പിള്ളേരുടെയും പേരൻസും അതുപോലെ തന്നെ നിറച്ച് വണ്ടിയും ആകെ തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. കാര്യം എല്ലാവർക്കും ഓരോരോ സമയം കൊടുത്തിട്ടുണ്ട് ഓരോ പിള്ളേർക്ക് വരാനായിട്ടുള്ളത്. പക്ഷേ എല്ലാവരും ഒരു 10 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഇനി നമ്മുടെ വണ്ടി ഒന്ന് സർവീസിനും കൂടി കൊടുക്കണം കേട്ടോ. അതിനുശേഷം വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. നാട്ടിലെ വെള്ളിയാഴ്ച മുതൽ മക്കൾക്കൊക്കെ അവധിയാണെന്ന് അറിഞ്ഞു. ഇവിടെ പിന്നെ ഓണവും ഇല്ല, ഓണത്തിൻ്റെ അവധിയില്ല. നോർത്ത് ഇന്ത്യക്കാർക്ക് എന്ത് ഓണം. അതിന് പകരമായിട്ട് ദീപാവലിക്ക് ഇവർക്ക് ഇഷ്ടം പോലെ അവധി കിട്ടും കേട്ടോ. ഇവിടെ ഓണത്തിൻ്റെ അന്ന് പോലും അവധിയില്ല കേട്ടോ. പിന്നെ മലയാളി പിള്ളേരാരും അങ്ങനെ ക്ലാസ്സിൽ പോകാറില്ല ഓണത്തിൻ്റെ അന്ന്, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വണ്ടി സർവീസിന് കൊടുക്കാൻ പോകുന്ന വഴിക്ക് റോട്ടിൽ നമ്മുടെ ചോളം ഇതേപോലെ ചുട്ടെടുക്കുന്നത് കണ്ടായിരുന്നേ. ഞാൻ നേരത്തെ ഒരു ചോളം വീട്ടിൽ തന്നെ ചുട്ടെടുക്കുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ റോട്ടിൽ കനലിൽ വെച്ച് ചുട്ടെടുക്കുന്ന കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ എന്ത് സാധനം കനലിൽ വെച്ച് ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അത് തന്നെ സംഭവം. അതിനുശേഷം ഇതിനകത്തേക്ക് ഉപ്പും അതേപോലെ തന്നെ മുളക് പൊടിയും നാരങ്ങനീരും ഒക്കെ പറ്റിത്തരും കേട്ടോ. അടിപൊളിയാണേ. സെപ്റ്റംബർ കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ ചോളത്തിൻ്റെ സീസണും അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോളം റോഡിൽ സൈഡിൽ എവിടെ നോക്കിയാലും ഇതേപോലെ ചുട്ടെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ചൂടാണ്, കനലിൽ ചുട്ടെടുത്ത് അങ്ങനെ തന്നെ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഈ തീ ചൂടോടുകൂടി തന്നെ കയ്യിൽ പിടിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ചോളത്തിനെ കവർ ചെയ്യുന്ന ആ ഒരു ഇലയുണ്ടല്ലോ, അതൊരു 2-3 ഷീറ്റ് പോലെ നമുക്ക് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്കാട്ടോ ചോളം വെച്ച് തരുന്നത്. എന്താണെങ്കിലും നല്ല ചൂടാണ്. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ മന്നയ്ക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു. പക്ഷെ നല്ല ചൂടാണെന്ന് കണ്ടപ്പോൾ തിരിച്ച് എൻ്റെ കയ്യിലേക്ക് തന്നെ തന്നു. പിന്നെ ഞാൻ ഒന്ന് ഊതി കഴിച്ചിട്ട് അവർക്കും കൂടി കൊടുക്കുന്നത് കേട്ടോ. ഊതി കഴിഞ്ഞപ്പോൾ വലിയ ചൂടൊക്കെ ഒന്ന് മാറി. പിന്നെ ചെറിയൊരു പുളിയും ചെറിയൊരു എരിവൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു കഴിക്കുന്നതാണ്. ഇതുപോലെ ഒരു ചോളം ചുട്ടതിന് 30 രൂപ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 എണ്ണമാണ് മേടിച്ചത്. മന്ന പകുതി കഴിച്ചിട്ട് അവിടെ വെച്ചുകൊണ്ട് പോയി. ബാക്കി പകുതിയും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ വണ്ടി സർവീസും കൂടി കൊടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വൈകുന്നേരം വന്ന് മേടിച്ചാൽ മതിയല്ലോ. വേറെ പിന്നെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വീണ്ടും ചേട്ടായി വന്ന് സർവീസിന് കൊടുത്തിട്ട് പിന്നെയും പോകേണ്ടതെന്ന് കരുതിയിട്ടാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയത്. ആ ഒരു പണി ഒറ്റ പോക്കിൽ അങ്ങോട്ട് തീരുമല്ലോ. പിന്നെ വണ്ടിയിലുണ്ടായിരുന്ന കുടയും സാധനങ്ങളൊക്കെ മാറ്റി അവിടെ നിന്നപ്പോൾ എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായ കിട്ടി. അങ്ങനെ അവിടുത്തെ ചായയും കുടിച്ച് വണ്ടി സർവീസിനൊക്കെ കൊടുത്ത് ഞങ്ങളൊരു യൂബർ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഉച്ചത്തെ പരിപാടികൾ നോക്കാനായിട്ട്.